പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. മുൻ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്നാണ് പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDFന്റെയും കോൺഗ്രസ് വിമത കൗൺസിലർമാരുടെയും പിന്തുണയോടെയാണ് മായ രാഹുൽ മത്സരിക്കുന്നത്. റിയ ചീരാങ്കുഴിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. ജ്യോതിഷ് മോഹനൻ വിവരങ്ങൾ നൽകും. ജ്യോതിഷ്, എന്ത് സംഭവിക്കും പാലായി? അജിംസ്, പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. LDFന് നിലവിൽ 12 അംഗങ്ങൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വിമതരായിട്ടുള്ള അംഗങ്ങളുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 26 അംഗ സഭയിൽ 16 വോട്ടുകളോടുകൂടി മായ രാഹുൽ LDF പിന്തുണയോടുകൂടി ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ UDFും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. UDFും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. റിയ ചീരാങ്കുഴിയാണ് സ്ഥാനാർത്ഥിയായിട്ട് UDFന്റെ കളത്തിലിറങ്ങുന്നത്. റിയ ചീരാങ്കുഴിക്ക് 26 അംഗ സഭയിൽ 10 വോട്ടുകൾ കിട്ടാനാണ് നിലവിലെ ഒരു സാധ്യത. പക്ഷേ നേരത്തെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ പാലയാണ്, ആരെങ്കിലുമൊക്കെ മാറ്റി കുത്താനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മായ രാഹുൽ തന്നെ ചെയർപേഴ്സൺ ആവും. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകൾക്കും സാധ്യതയുണ്ട് നിലവിൽ. ഏതായാലും നിലവിൽ മായ രാഹുലും അതുപോലെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന റിയ ചീരാങ്കുഴിയും രണ്ടുപേരും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഭരണാധികാരിക്ക് മുന്നിൽ നോമിനേഷൻ ഫയൽ ചെയ്തു. ഭരണാധികാരി നോമിനേഷൻ പരിശോധിച്ച ശേഷം അംഗീകാരം കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും. അതുകൊണ്ട് 11 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് ആരംഭിക്കും. ഇരു വിഭാഗത്തിലെയും കൗൺസിലർമാരെല്ലാം തന്നെ നഗരസഭ ഹാളിൽ സജ്ജരായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. LDFന്റെ പിന്തുണയോടുകൂടി മായ രാഹുലും അതുപോലെ തന്നെ UDFന്റെ പിന്തുണയോടുകൂടി റിയ ചീരാങ്കുഴിയുമാണ് പ്രധാനമായും മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളെ എത്തുന്നത്. മുൻ ചെയർപേഴ്സൺ കൂടിയായ ദിയ പുളിക്കക്കണ്ടം കുടുംബത്തിൽപ്പെട്ട 3 കൗൺസിലർമാർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. വിമത കൗൺസിലർമാരായ കോൺഗ്രസിന്റെ 4 വിമത കൗൺസിലർമാരാണ് കഴിഞ്ഞ 21-ാം തീയതി നടന്ന അവിശ്വാസ പ്രമേയത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ LDFനെ പിന്തുണച്ച് വോട്ട് ചെയ്ത് അവരും സജ്ജരായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് വിധി അറിയാം. 11 മണിയോടുകൂടി പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാണെന്നുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. അജിംസ്, ശരി.